ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കുവൈറ്റിൽ നിന്നും ഡിപ്പോർട്ട് ചെയ്ത അച്ഛനെ തേടി ഒരു കുടുംബം. ബംഗളൂരുവിൽ താമസിക്കുന്ന സൂരജ് ലാമയാണ് കൊച്ചിയിൽ നിന്ന് കാണാതായത്. ഇക്കഴിഞ്ഞ 5-ാം തീയതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ലാമ പിന്നീട് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ഇതിനുശേഷം ആളെപ്പറ്റി ഒരു വിവരവുമില്ല. 25 വർഷമായി കുവൈറ്റിലായിരുന്നു സൂരജ് ലാമ. കഴിഞ്ഞ മാസം തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് കുവൈറ്റിലെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. ഇതിനിടയിൽ വിസയുടെ കാലാവധി കഴിഞ്ഞതോടെയാണ് നാട്ടിലേക്ക് അച്ഛനെ തിരിച്ചയച്ചത് എന്നാണ് മകൻ പറയുന്നത്. രോഗത്തെ തുടർന്ന് അച്ഛന്റെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നെന്നും മകൻ. He has been in complete care of the hospital, which is from the Kuwait government. After that, due to his visa expiry, he was deported from Kuwait to India. Instead of sending him back to Bangalore, which is his hometown, he has been sent to Kerala Kochi airport. Post landing here, without any money, without any information to his family, to the embassy, or from the embassy to the family, without any kind of cooperation, without any kind of contact, he has been sent here only with his passport in his hand. Not a single bag, not a single purse, not a single rupee on his money. രോഗിയായ അച്ഛനെ നാട്ടിലേക്ക് വിടുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. How could any authority, let it be from Kuwait government, from India government, from the Jazeera Airways or from the CIAL ground staff, how could anybody not notice this, that a person is sick, mentally challenged, suffers from memory loss, is not carrying any belongings, especially while crossing borders, international borders? How come none of these were checked? So please, if any information about this, I'm urging everybody from Kochi, Ernakulam, from Kerala, if anybody could help me, this will be great. സൂരജ് ലാമയുടെ കുവൈറ്റിലുള്ള സുഹൃത്തുക്കൾ പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ച വിവരം കുടുംബം അറിയുന്നത്. അതും ഇന്ത്യയിലെത്തി 2 ദിവസങ്ങൾക്ക് ശേഷം. സൂരജ് ലാമയെ കാണാനില്ല എന്ന കുടുംബത്തിന്റെ പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി മെട്രോ ഫീഡർ ബസ്സിൽ സൂരജ് ലാമ കയറുന്നതുവരെ CCTVയിൽ ഉണ്ടെന്ന് പോലീസ് പറയുന്നു. കുവൈറ്റ് മുതൽ ഇന്ത്യ വരെ സംഭവിച്ച വീഴ്ച ഉള്ളിൽ കിടക്കുമ്പോഴും അച്ഛനെ എങ്ങനെയും കണ്ടുപിടിക്കുക എന്നതാണ് മകന്റെ ലക്ഷ്യം. ഇതിനായി കൊച്ചിയിലെ പാതയോരങ്ങളിൽ ഉൾപ്പെടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അലയുകയാണ് ഇയാൾ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.